കഴിഞ്ഞ ഞായറാഴ്ച അഥവാ 2022 ഡിസംബർ 11 തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ ഒരു സംവാദം നടക്കുകയുണ്ടായി. യുക്തിവാദി സംഘത്തിൻ്റെ അറിയപ്പെട്ട ഒരു വ്യക്തിയും ഇസ്ലാമിക സമൂഹത്തിലെ, വിശിഷ്യ കേരളത്തിലെ മറ്റൊരു മുസ്ലിം പണ്ഡിതനുമായി സംവാദം നടന്നു. ആ സംവാദത്തിൽ രണ്ട് പേരുടെയും അവതരണത്തെയും സംസ്കാരത്തെയും വിലയിരുത്തിക്കൊണ്ടാണ് ഈ സംസാരം ഇവിടെ പുരോഗമിക്കുക. അവിടെ നടന്ന സംവാദത്തിന് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. മതം വേണോ മനുഷ്യന് എന്നതായിരുന്നു തലക്കെട്ട്. അവിടെ മതം വേണം മനുഷ്യന്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവരാണ് ഉണ്ടാവുക എന്ന് ആരിഫ് ഹുസൈൻ തെളിയിക്കുകയായിരുന്നു. മതം ആർക്കാണോ ഉള്ളത് അവർ സംസ്കാര സമ്പന്നരും, മതം ആർക്കില്ലയോ അവർ സംസ്കാര വിരുദ്ധ പ്രവൃത്തി ചെയ്യുന്നവരും, സദസ്സിനെ മാനിക്കാത്തവരും, സഹപ്രബോധകൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നവനും, കാര്യബോധമില്ലാത്തവനും പക്വതയില്ലാത്തവനുമാകും എന്ന് ആരിഫ് ഹുസൈൻ തെളിയിച്ച ഒരു സംവാദം കൂടിയാണ് ഇത്. ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞാൽ, മതമുള്ളവൻ മനുഷ്യരോട് ഇടപഴകാൻ പറ്റുന്നവനും ഏത് വേദിയിലും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാമെന്നും ഒരു യുക്തിവാദി എപ്പോഴും തരം താഴുന്നവനായിരിക്കുമെന്നും ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ സംവാദം. നമുക്കാദ്യമായി ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ എന്താണ് സംവാദമെന്നും അതെപ്പോഴാണ് രൂപപ്പെട്ടത് എന്നും അതെന്തിനാണെന്നും പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് വരാം. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടോളൂ. പക്ഷേ മനുഷ്യനാണ്, മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിന് പുതിയ പുതിയ ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുക, ശരിയിൽ നിന്നും കൂടുതൽ ശരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുക, തുടരുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ചില പുതിയ രീതികൾ അവിടെ ഉടലെടുക്കുകയാണ്. ഡിബേറ്റ്സ് എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ തുടക്കമെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായമുള്ള ആളുകൾ വരുമ്പോൾ അവിടെ അത് തമ്മിൽ ചർച്ച ചെയ്യുന്നു, അത് തമ്മിൽ മാറ്റുരയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അത് വെച്ചുകൊണ്ട് അവരവരുടേതായ വാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരു കാലഘട്ടം നടന്നു പോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന സയൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ മദർ ഓഫ് സയൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രീതിയിൽ ഫിലോസഫി ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണത്. ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എത്രമാത്രം സംഭാവനകളാണ് അത്തരം ഫിലോസഫേഴ്സ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. സോക്രട്ടീസും പ്ലാറ്റോയും അതുപോലെ ഒരുപാട് ആളുകൾ. അപ്പൊ അവിടെ തുടങ്ങി വെക്കുന്നത് ഈ പറയുന്ന ഡിബേറ്റ്സ്, റീസൺ, അതുപോലെ ഇന്നോവേഷൻ, അതുപോലെ റിട്ടറിക്, ഇങ്ങനെയുള്ള ഒരു പുതിയ ഒരു രീതി. ആ മിത്തോളജിയും മിസ്റ്റിക്കൽ എക്സ്പ്ലനേഷൻസും അതുപോലെ സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷനും ഡിവൈൻ ഇന്റർവെൻഷനും അതൊക്കെ അങ്ങ് മാറുന്നു. അതല്ലെങ്കിൽ അതിന് പകരമായിക്കൊണ്ട്, അതല്ലെങ്കിൽ അതോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള ചില വാദങ്ങൾ കൂടി വരുന്ന ഒരു രീതി അവിടെ വരികയാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വിവരണം കേട്ടല്ലോ. ഈ തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ നടക്കാൻ പോകുന്ന സംവാദവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പും ശേഷവും നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഈ വിഷയകമായി അദ്ദേഹത്തിൻ്റേതുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഒരാശയം മുന്നോട്ട് വരുമ്പോൾ അതിൽ രണ്ടഭിപ്രായമുള്ളവർ തമ്മിൽ സംവദിക്കേണ്ടി വരും, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ പറയേണ്ടി വരും. അതിനാണ് സംവാദം. സ്വാഭാവികമായും ഒരു സംവാദം ഒരാളുടെ ആദർശത്തിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കാനും അവരെ ചിന്തിപ്പിക്കാനും ബുദ്ധിപരമായി അവരെ വളർത്തിക്കൊണ്ടുവരാനും അവർ അകപ്പെട്ടിട്ടുള്ള വിഷമവൃത്തത്തെ ബോധ്യപ്പെടുത്താനും അവരുടെ വികാരത്തെ ഉണർത്തുന്നതിന് പകരം അവരുടെ വിചാരത്തെ ഉണർത്തുന്നതുമാണ് സംവാദം എന്ന കാര്യം നമ്മൾ ആദ്യം ഓർക്കുക. അത്തരമൊരു സംവാദത്തിന് ആദ്യമായിട്ടായിരിക്കാം ആരിഫ് ഹുസൈൻ അവസരം കിട്ടുന്നത് എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു പണ്ഡിതനുമായി സംവാദം നടത്താനുള്ള ആരിഫ് ഹുസൈൻ്റെ അവസരം ആദ്യത്തേതാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ ആദ്യത്തെ അവസരം തന്നെ വളരെ മോശമായ ഒരു രീതിയാണ് അദ്ദേഹം സംവാദത്തിൻ്റെ തുടക്കം മുതൽ ഉപയോഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ സംവാദത്തിൽ അദ്ദേഹത്തിൽ തുടക്കത്തിൽ ഉപയോഗിച്ച ചില കാര്യങ്ങൾ, ആ പ്രസംഗത്തിലുടനീളം അദ്ദേഹം ചെയ്ത ചില രീതികൾ മുസ്ലിം സമൂഹത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയും അവരെ പ്രകോപിതരാക്കുന്നതിന് വേണ്ടിയും അവരുടെ വികാരത്തെ ഉണർത്താനേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ. അവരുടെ വിചാരത്തെ ഉണർത്താൻ അദ്ദേഹം ഒരിക്കലും ശ്രദ്ധിച്ചില്ല. അത് ആ സംവാദം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഞാൻ അതിലേക്ക്, എൻ്റെ വാചകം മാത്രമല്ല, കൃത്യമായ തെളിവുകളോടെ ഞാൻ അതിലേക്ക് വരികയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ തുടക്കമൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടോളൂ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ്
ഇവിടെ ആരിഫ് ഹുസൈൻ തുടങ്ങുന്നത്. ഈ എല്ലാവർക്കും നമസ്കാരം എന്ന് പറയൽ അത് യുക്തിവാദത്തിൻ്റെ സംഭാവനയാണോ മതങ്ങളുടെ സംഭാവനയാണോ? ഇന്ത്യയിലെ അറിയപ്പെട്ട ഏതെങ്കിലും ഒരു പ്രബല മതസമൂഹമാണോ നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങൽ? അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മതത്തെ എതിർക്കുന്ന, മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും എതിർക്കുന്ന ഒരാൾ നമസ്കാരം എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തത്, ഈ വിഷയകമായി ഈ രണ്ട് പ്രബോധകരുടെയും, അഥവാ യുക്തിവാദത്തെ പ്രബോധനം ചെയ്യുന്ന വ്യക്തിയുടെയും മതത്തെ പ്രബോധനം ചെയ്യുന്ന വ്യക്തിയുടെയും തുടക്കം വളരെ പ്രസക്തമാണ്. എങ്ങനെയാണ് അവർ തുടങ്ങുന്നത് എന്നത് വളരെ പ്രസക്തമായി നമ്മൾ കേൾക്കേണ്ടതാണ്. അതിൽ ഇസ്ലാമിനെ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കം ആദ്യം തുടങ്ങിയത് ആരിഫ് ഹുസൈനാണ്. പക്ഷേ ഞാനിത് ഇങ്ങനെ കേൾപ്പിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യത്തിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇദ്ദേഹം തുടങ്ങിയ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ആ തുടക്കം ആരെയെങ്കിലും പരിഹസിച്ചുകൊണ്ടോ അപഹസിച്ചുകൊണ്ടോ നിന്ദിച്ചുകൊണ്ടോ ആരുടെയെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടോ സദസ്സിനെ വെറുതെ ചിരിപ്പിച്ചുകൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ലോക മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ അംഗീകരിച്ച അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രവാചകനെ വാഴ്ത്തിക്കൊണ്ടും അവയിൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും മര്യാദയോടുകൂടിയുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് ആർക്കെതിരുമല്ല. ഒരു വിഭാഗത്തെയും ചിരിപ്പിക്കാനോ പരിഹസിക്കാനോ നിന്ദിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ആ പരാമർശങ്ങൾ നമ്മൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമുക്ക് അങ്ങോട്ട് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുല്ലാഹി വ നസ്തഈനുഹു വ നുസല്ലി അലാ ഹബീബിഹിൽ മുസ്തഫ വ ആലിഹി വ അസ്ഹാബിഹി ശറഫ അമ്മാ ബഅദ്. വളരെ സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ വിളിക്കുന്നത് തന്നെ വളരെ സ്നേഹധന്യരായ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇതൊരു സംവാദമാണ്. വ്യത്യസ്ത ചിന്താധാരകളിലുള്ളവർ വരുന്ന ഒരു സദസ്സാണ്. വളരെ ബഹുമാന പുരസ്സരമാണ് അദ്ദേഹം തുടങ്ങിയത്. നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങി. സഹോദരന്മാരെ സഹോദരിമാരെ എന്നൊന്നും പറയാതെ ഒരു മതസമൂഹത്തിൻ്റെ അവരൊരു വേദഗ്രന്ഥം പാരായണം ചെയ്യുകയാണെങ്കിൽ, അവർ നമസ്കാരത്തിന് നിൽക്കുകയാണെങ്കിൽ അവർ ചെല്ലാറുള്ള അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതൊരു മതത്തിൻ്റെ വളരെ പ്രധാനമായ, വളരെ ഭവ്യതയോടെ, വളരെ പ്രാർത്ഥനാ നിർഭരമായി അവർ നിർവഹിക്കുന്ന കുറച്ച് പദങ്ങളാണ്. ആ പദങ്ങൾക്ക് പകരം ഒരു പുതിയ പദമുണ്ടാക്കി അവരെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി അവരെ വേദനിപ്പിച്ചുകൊണ്ട് സദസ്സിലെ തനിക്ക് വേണ്ടി കൈയടിക്കാൻ വേണ്ടി മുൻകൂട്ടി തീരുമാനിച്ച എന്ത് വിവരക്കേട് പറഞ്ഞാലും ഞങ്ങൾ 2 കൈ പടച്ച തമ്പുരാൻ തന്നതുകൊണ്ട് ഞങ്ങൾ അത് അടിച്ചുകൊള്ളാമെന്ന് തീരുമാനിച്ചവരുടെ മുമ്പിൽ അവരെ ചിരിപ്പിച്ചുകൊണ്ട്, അവരുടെ വൈകാരിക തലത്തെ ഉയർത്തിക്കൊണ്ട്, അവരുടെ വിചാരതലത്തെ നശിപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ് നമ്മുടെ സഹസംവാദകൻ ആരിഫ് ഹുസൈൻ ചെയ്യുന്നത്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ആദ്യം തുടങ്ങുകയാണ്. ഔദു ബിഡിംഗനാഹി മിനൽ ലുട്ടാപ്പി റജീം ബിസ്മിൽ ദിംഗനാഹി റഹ്മാനിർ റഹീം. നിങ്ങൾ കണ്ടല്ലോ, സദസ്സിൽ നിന്ന് ഹി ഹി ഹി. അതാരാണ്? പക്വതയില്ലാത്ത, വിവേകമില്ലാത്ത, ഭരണഘടനയുടെ പ്രാധാന്യം പോലും അറിയാത്ത, ഒരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കുന്നവൻ ശീലിക്കേണ്ട സംസ്കാരത്തെ പറ്റി അറിയാത്ത ആരിഫ് ഹുസൈനിനെ പോലെയുള്ളവരാൽ വാർത്തെടുക്കപ്പെട്ട ആളുകൾ. തുടക്കത്തിൽ തന്നെ, ആ സംവാദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിവരമുള്ളവരായിരുന്നു യുക്തിവാദികളെങ്കിൽ ഈ ജാതി തുടക്കം ഈ സംവാദത്തിൽ പറ്റിയതല്ല എന്ന് പറയാൻ ത്രാണി ഉണ്ടാകേണ്ടിയിരുന്നു. മോഡറേറ്റർക്ക് ത്രാണി ഉണ്ടാകേണ്ടിയിരുന്നു. സത്യത്തിൽ അവിടെ വെച്ച് തന്നെ ശരിക്കും ഷുഹൈബ് ഉസ്താദിനെ എഴുന്നേറ്റ് പോരാമായിരുന്നു. പക്ഷെ ഒരു സംവാദം നടക്കുകയും ഇവരെപ്പോലെയുള്ള വിവരദോഷികളെ തുറന്നു കാണിക്കുകയും ചെയ്യാൻ കിട്ടിയ അവസരം പാഴായി പോകരുത് എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിനെ പരിഹസിക്കുക, റസൂലിനെ പരിഹസിക്കുക, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുക, അവിടെ ഇരിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ ഇത് ഓർത്തിട്ടാവാം ഒരുപക്ഷെ ഷുഹൈബ് ഉസ്താദ് അവിടെ ഇരുന്നു കൊടുത്തത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആണ് എന്നാണ് എൻ്റെ ബോധ്യം. കാരണം അദ്ദേഹം തന്നെ ആ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പറയേണ്ട ഒരു കാര്യം, സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മതമഹാസമ്മേളനത്തിന് പങ്കെടുക്കുകയാണ്. അന്ന് വരെ അദ്ദേഹം അമേരിക്കയിൽ പോയിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. അമേരിക്കയിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുകയും സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെത്തി വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടൊക്കെയാണ് അവിടെ എത്തിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഊഴമായി കൊളംബസ് ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് മനുഷ്യന്മാർ അണിനിരക്കുന്ന ജീനിയസ് ആയിട്ടുള്ള, വളരെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് അവിടെ വന്നു. സ്വാമി വിവേകാനന്ദനാകട്ടെ 30 വയസ്സുകാരൻ, കാഷായ വസ്ത്രധാരി, തലമുണ്ടനം ചെയ്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മതമഹാസമ്മേളനത്തിന് എത്തുന്നത്. കൊളംബസ് ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ആ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് നേരത്തെ ആരിഫ് ഹുസൈൻ അഭിസംബോധന ചെയ്ത പോലെ നമസ്കാരം എന്നോ അതല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് തുടങ്ങിയത്. എന്നാൽ സ്വാമി വിവേകാനന്ദൻ
അവിടെയുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത് തുടങ്ങിയത് തന്നെ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക എന്നാണ്. അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ. ആ തുടക്കത്തിന് 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എഴുന്നേറ്റ് നിന്നുള്ള കരഘോഷമായിരുന്നു യഥാർത്ഥത്തിൽ കൊളംബസ് ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കാലം കുറേ പുരോഗമിച്ചു. യുക്തിവാദികൾ അതിശക്തമായി വളരാൻ തുടങ്ങി. യുക്തിവാദികൾ സംസ്കാരമില്ലാത്തൊരു ജനതയെ സൃഷ്ടിക്കാൻ തുടങ്ങി. തലച്ചോറ് വർക്ക് ചെയ്യാത്തൊരു ജനതയെ, വിവേകമില്ലാത്തൊരു ജനതയെ, ബുദ്ധിയില്ലാത്തൊരു ജനതയെ, സംസ്കാരമില്ലാത്തൊരു ജനതയെ, മാന്യതയില്ലാത്ത ഒരു ജനതയെ, മതേതര ബോധമില്ലാത്ത ഒരു ജനതയെ വാർത്തെടുത്തപ്പോൾ വിവരക്കേട് കേൾക്കുകയും പ്രകോപനത്തിൻ്റെ പദം കേൾക്കുകയും ചെയ്തപ്പോൾ കയ്യടിച്ചു. നേരെ മറിച്ച് സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മഹാനായ ഇസ്ലാമിക പ്രബോധകനെ അവർ മൈൻഡ് ചെയ്തതുമില്ല. ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്, വളരെ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. മാത്രവുമല്ല, ഇവിടെ വരുമ്പോൾ ഹാരിഫ് ഹുസൈൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാകേണ്ടത്? മതമൊരു പ്രധാനമായ വിഷയമാണ്. മതം കൊണ്ട് ഒരുപാട് ആൾ കഷ്ടപ്പെടുന്നുണ്ട്. മാനവ പുരോഗതിക്ക് മതം തടസ്സമാണ്. അത് തലച്ചോറിലേറ്റിയ ഒരു ജനതയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അവരെ അവരുടെ തെറ്റുകൾ സ്നേഹബുദ്ധിയ ഉപദേശ രൂപത്തിൽ തിരുത്തിക്കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ എനിക്കൊരു അവസരം കിട്ടിയതാണ്. ആ അവസരം ഞാൻ ഏറ്റവും നന്നായി ഉപയോഗിക്കണമെന്നല്ലേ ഒരു മനുഷ്യ സ്നേഹി വിചാരിക്കുക. മനുഷ്യനെ ഒരു മനുഷ്യനാകണം എന്നൊക്കെ അയാൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം മനന സ്വഭാവമുള്ളവനെന്നാണ്. അത് ഒരു ടീസ്പൂൺ വലുപ്പത്തിൽ പോലും ഇല്ലാതായി പോയല്ലോ ആരിഫ് ഹുസൈൻ. ഒരു ടീസ്പൂൺ വലുപ്പത്തിൽ ഇല്ലാതായി പോയല്ലോ. അത് അവിടെ വെച്ച് മതവികാരത്തെ വ്രണപ്പെടുത്തുകയാണ് ചെയ്ത്. എന്തൊക്കെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാലും, എത്ര തന്നെ നിങ്ങൾ പെയിന്റ് അടിച്ചാലും, ആരിഫ് ഹുസൈൻ്റെ തുടക്കം മഹാമതനിന്ദയും മതത്തെ വ്രണപ്പെടുത്തലും വികാരമുണ്ടാക്കലും പ്രകോപനമുണ്ടാക്കലുമാണ്. അതിനിടയിൽ അദ്ദേഹം പറയുന്ന ചില ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. തുടർന്ന് നമ്മൾ ചില കാര്യങ്ങൾ കൂടി കേൾക്കാം. മറ്റൊന്ന് ഇനി അവിടെ എനിക്ക് പറയാനുള്ളത്, ബയഗോട്രി എത്ര വലിയ തെറ്റാണ്. ഒരു മതത്തോട് അന്ധമായ വിരോധം. എന്നെ ഈ ഒരു ട്യൂണിലേക്ക് ഒരുപക്ഷെ ഇറക്കിയത്, ഞാൻ ഈ സദസ്സിനോട് മൊത്തം ക്ഷമാപണം നടത്തുകയാണ്. ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പ്രസംഗത്തിന് തുടക്കത്തിൽ തന്നെ ഒരു മതത്തിൻ്റെ കോഡ്സ്, ഇന്ത്യൻ ഭരണഘടനയുടെ ദേശീയ ഗാനം പാകിസ്ഥാൻ തെറ്റായി ചൊല്ലിയാൽ അതിൻ്റെ ആധുനികതാ മൂല്യവും ജനാധിപത്യ മൂല്യവും എന്താ? പ്രശ്നമല്ലേ? അപ്പം ഞാനതിലൊരിക്കലും പ്രൊവോക്കഡ് ആവുന്നില്ല. അപ്പം അതുകൊണ്ട് അതൊരു തെറ്റായ സമീപനമാണെന്ന് പറയാതെ എനിക്ക് നിർവാഹമില്ല. വളരെ മാന്യമായ ഒരു പ്രതികരണം, സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്രതികരണം. ഇനി ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. മതം മനുഷ്യന് ആവശ്യമാണ് എന്നിവിടെ തെളിയിച്ചു. മതമല്ലായിരുന്നെങ്കിൽ ആരിഫിനെ പോലെ സ്റ്റാൻഡേർഡ് കുറയുമായിരുന്നു. മതമുണ്ടെങ്കിലോ? ആരിഫ് തന്നെ പറയുന്നു വളരെ മാന്യമായിട്ടാണ് ഷുഹൈബ് ഉസ്താദ് പ്രതികരിച്ചതെന്ന്. അപ്പം മതമുണ്ടെങ്കിൽ മാന്യത കൂടും, മതമില്ലെങ്കിൽ മാന്യത കുറയും. അത് ഈ സംവാദം തെളിയിച്ചു. അൽഹംദുലില്ലാ, മഹാവിജയമായിരുന്നു ഈ സംവാദം. ഈ സംവാദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ സംവാദം മഹാവിജയമായി തീരുകയാണ് ഉണ്ടായത്. അപ്പം ഇവിടെ വളരെ ഗൗരവമായി ഓർക്കേണ്ടത്, ഇപ്പം നമുക്കറിയാം, ഒരു പകൽ മുഴുവനും നീണ്ടു നിൽക്കുന്ന സംവാദം ക്രിസ്ത്യാനികളുമായി 6 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന സംവാദം ക്രിസ്ത്യാനികളുമായി എം അക്ബർ സാഹിബ് നടത്തിയിട്ടുണ്ട്. ആ സംവാദത്തെ കേട്ട വിലയിരുത്തിയ അതിൻ്റെ ഒരു മോഡറേറ്റർ, ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വർത്തമാനം, ആ വർത്തമാനം നമ്മൾ കേട്ടാൽ അറിയാം സംവാദവും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഉയർന്ന് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രമേൽ ഉയർച്ച ഉണ്ടായത് എന്ന് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ആ ഉയർച്ച ഉണ്ടാകാനുള്ള കാരണം ഇസ്ലാമാണ്. അത് പ്രശംസനീയമാണ്. അത് പറയാതെ തന്നെ, ഞങ്ങൾക്ക് ഈ ബോധമുണ്ടാക്കിയത് ഇസ്ലാമാണ് എന്ന് പറയാതെ തന്നെ ആ ബോധത്തെ പ്രശംസിക്കുകയാണ് ഇവിടെ തോട്ടർ രാജശേഖരൻ ചെയ്യുന്നത്. നിങ്ങൾ ആ പരാമർശം ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ കഴിഞ്ഞ 40-45 വർഷമായി പ്രസംഗവും മറ്റു പരിപാടികളുമായി കേരളത്തിലൊക്കെ നടക്കുന്ന ആളാണെങ്കിലും ശ്രീമാൻ അക്ബർ ഇവിടെ പ്രദർശിപ്പിച്ച ആ ക്ഷമയും ഉത്സാഹവും ആ ഒരു സ്ഥിരപ്രജ്ഞയും തളരാതെയുള്ള ഈ സംസാരവും എന്നെ വളരെ അത്ഭുതപ്പെടുത്തി സത്യത്തിൽ. കാരണം ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. ഈ 6 മണിക്കൂറിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറിയില്ല, ആശയങ്ങൾക്ക് പതർച്ചയുണ്ടായില്ല, വികാരങ്ങൾക്ക് തീ പിടിച്ചതുമില്ല. വളരെയധികം, ഞാനിത് സാധാരണഗതിയിൽ ഞാൻ ഒരു മുഖസ്തുതി പറഞ്ഞ് ശീലമുള്ള ആളല്ല, പക്ഷേ അക്ബറുടെ വളരെ സമർപ്പിതമായ ആ ഒരു അവതരണം വളരെ വിജ്ഞേയവും വളരെ ആകർഷകവുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട വർഗീസ് സാറും പിന്നെ ജെയിംസ് സാറിന് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ ആശയങ്ങളുടെ തള്ളിച്ച വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ പതർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സംവാദത്തെക്കുറിച്ചുള്ള ഒരു ഹൈന്ദവ സഹോദരൻ്റെ സത്യസന്ധമായ വിലയിരുത്തലാണ്.
6 മണിക്കൂറോളം സംസാരിച്ചിട്ട് അങ്ങേയറ്റത്തെ ക്ഷമയും പ്രതിപക്ഷ ബഹുമാനവും മറുഭാഗം പലതവണ വികാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും സമചിത്തതയോടെ, സ്ഥിരചിത്തതയോടെ, ആദർശ ഗൗരവത്തോടെ ആ വിഷയം അവതരിപ്പിക്കാൻ പതർച്ചയില്ലാതെ അദ്ദേഹത്തിന് സാധിച്ചു. അതിന് കാരണം വിശുദ്ധ ഖുർആനാണ്. കാരണം വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പഠിപ്പിക്കുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നാണ്. ദൈവത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ ക്ഷണിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ഞാൻ ദൈവത്തിന് കീയൊതുങ്ങിയവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാൻ ഖുർആൻ 41-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ പറയുന്നു. അങ്ങനെ മനുഷ്യരെ ദൈവത്തിലേക്ക് ക്ഷണിക്കുകയും മതത്തിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പല ടൈപ്പ് ആളുകളെ നിങ്ങൾക്ക് സമീപിക്കേണ്ടി വരും. പല സ്വഭാവക്കാരായ ആളുകളെ നിങ്ങൾക്ക് സമീപിക്കേണ്ടി വരും. തിന്മകൾ ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്കിടയിലുണ്ടാകും. നിങ്ങളോട് തിന്മയോടുകൂടി പ്രതികരിക്കും. ആ തിന്മയെ നിങ്ങൾ നന്മ കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇസ്ഫഹ് ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അളീം. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത് നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. ചീത്തയെ ഏറ്റവും നല്ലത് കൊണ്ട് പ്രതിരോധിക്കാനാണ്. അപ്പോൾ മുസ്ലിം സമുദായം പങ്കെടുക്കുന്ന ഒരു മഹാസംഗമത്തിൽ, ഒരു സംവാദത്തിൽ അവരുടെ മുഴുവൻ വികാരങ്ങളെയും ഉണർത്താനാണ് ശ്രമിച്ചത്. അവരുടെ ബുദ്ധിയെ ഉണർത്താനല്ല. യഥാർത്ഥത്തിൽ യുക്തിവാദികളുടെ ബുദ്ധി ഉണർത്താനാണ് ഇസ്ലാമിക പക്ഷം ശ്രദ്ധിച്ചത്, ഇസ്ലാമിക പ്രബോധകൻ ശ്രദ്ധിച്ചത്. ഒരു വാക്കുകൊണ്ടും അവർക്ക് വേദനിച്ചുവെങ്കിൽ അനേക തവണ മാപ്പ് ചോദിക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആർക്കും ക്ഷതമേറ്റിട്ടില്ല. ആരുടെ വികാരങ്ങളെയും അദ്ദേഹം വ്രണപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും മാന്യതയുടെ മഹാ ഉദാഹരണമായി അദ്ദേഹം അനേക തവണ മാപ്പ് പറയുന്നുണ്ട്. അതൊരു നല്ല കീഴ്വഴക്കമാണ്, നമുക്ക് പകർത്താവുന്നതാണ്, മാന്യമായ ഒരു ശൈലിയാണ്. ആ ശൈലി വിട്ടുകൊണ്ടാണ് ഇവിടെ ആരിഫ് ഹുസൈൻ സംബന്ധിക്കുന്നത് എന്നറിയണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉദൂഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന വജാദിലുഹും ബില്ലതി ഹിയ അഹ്സന. നിങ്ങൾ നല്ല രൂപത്തിലേ സംവാദം നടത്താവും. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിൻ്റെയും സഹസംവാദകൻ്റെയും അവനെ യുക്തിദീക്ഷിതയോടെ സതുപദേശത്തോടെ അവൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തുകയല്ല, അവനെ കോപാകുലനാക്കുകയല്ല, അവനെ സദസ്സിൽ പ്രശ്നമുണ്ടാക്കുന്നവനാക്കി മാറ്റുകയല്ല, മറിച്ച് അവൻ്റെ ചിന്തയെ തട്ടി ഉണർത്തി അവനെ മഹോന്നതമായ ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ഇസ്ലാം സംവാദം വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എം അക്ബർ സാഹിബ് അങ്ങനെ ശീലിച്ചത്. അതുകൊണ്ടാണ് അഹമ്മദ് ഈദാത്ത് അങ്ങനെ പെരുമാറുന്നത്. അതുകൊണ്ടാണ് സാക്കിർ നായിക് അങ്ങനെ പെരുമാറുന്നത്. അതുകൊണ്ടാണ് സയ്യിദ് സനാഉല്ലാ മഖ്തി തങ്ങൾ അങ്ങനെ പെരുമാറിയത്. ഏറ്റവും മാന്യമായ രൂപത്തിൽ അവരൊക്കെ സംവദിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയകമായി അവിടെ തിരൂർ വാഗൺ ട്രാജഡി ആളിൽ പങ്കെടുത്തിട്ടുള്ള ഇസ്ലാമിക പക്ഷത്തെ പ്രബോധകന്റെ ചില പരാമർശങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകും. ആ നന്മയുടെ പ്രാദുർഭവം അള്ളാഹു ആണെന്ന് മനസ്സിലാക്കിയതിനാൽ ഞാൻ മുസ്ലിമാണ്. മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരോടും ഞാൻ സഹിഷ്ണുത പാലിക്കുന്ന ആളാണ്. ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന ആളാണ്. അതിനെ എന്നെ പര്യാപ്തപ്പെടുത്തിയത് എൻ്റെ എന്തെങ്കിലും സിദ്ധിയല്ല, വിശേഷമല്ല, ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിലൊരു നല്ല പെരുമാറ്റത്തിന് പ്രാപ്തനാക്കിയത് ഇസ്ലാമാണ്. അപ്പോൾ ആ മതം വേണോ വേണ്ടേ? ആ മതമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത്രയും മാന്യമായി പെരുമാറിയത്. ആ മതത്തെ വിമർശിക്കുകയും ആ മതത്തെ എതിർക്കുകയും ധാർമ്മിക മൂല്യങ്ങളെ കൊഞ്ഞനം കുത്തുകയും മനുഷ്യൻ ഇവിടെയുള്ള നാക്കാലികളെപ്പോലെ അതിനേക്കാൾ മോശമായി ജീവിക്കണമെന്ന വാദം ഉന്നയിക്കുകയും എന്നിട്ടൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ സംവാദത്തിന് വന്നപ്പോൾ വളരെ മോശമായി പെരുമാറുകയും ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഗാന്ധിജി രാമഭക്തനായിരുന്നു. രാമഭക്തനായ ഗാന്ധിജി ജാമിയ മില്ലയിലെ പ്രിൻസിപ്പളും ഇസ്ലാമിക പ്രബോധകനും പണ്ഡിതനും ഖുർആനിൻ്റെ അനുയായിയും പ്രബോധകനുമായ, ഖുർആൻ ക്ലാസും പ്രവാചക വചനങ്ങൾ ക്ലാസ് എടുത്തിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ വീട്ടിലേക്ക് ഗാന്ധിജി വരുന്നുണ്ട്. ആ സമയത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉമ്മയോട് പറയുന്നുണ്ട്, മൻകാന യുക്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിഥിയെ ആദരിക്കാനാണ് പറഞ്ഞത്. ഗാന്ധിജി നമ്മുടെ അതിഥിയാണ്, നമ്മുടെ അതിഥിയായി വരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ആദരിക്കണം. അദ്ദേഹത്തിന് മാംസം പറ്റില്ല, മത്സ്യം പറ്റില്ല, പച്ചക്കറി മാത്രം പറ്റുന്ന വെജിറ്റേറിയനാണ് അദ്ദേഹം. അതുകൊണ്ട് നമ്മുടെ അതിഥിയെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിക്കാൻ. ഇത് പഠിപ്പിക്കപ്പെട്ടത് ഇസ്ലാമാണ്. മൗലാന മുഹമ്മദ് അലി ഒരു യുക്തിവാദിയല്ല. നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, ഭാരതീയ ദർശനം നോക്കൂ. ഭാരതീയ ദർശനത്തിൽ അതിഥി ദേവോ ഭവ എന്നൊരു പരാമർശമുണ്ട്. അത്തരം പരാമർശങ്ങളോട് വിശ്വാസപരമായ ചില വിയോജിപ്പുകൾ ഇസ്ലാമിനുണ്ടെങ്കിലും ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ ഭാരതീയ ദർശനങ്ങൾ എടുത്തു നോക്കിയാൽ അതിഥി ദേവോ ഭവ, അതിഥിയെ ദൈവതുല്യം സ്നേഹിക്കാം. സത്യത്തിൽ യുക്തിവാദികളുടെ ഒരു സംഘത്തിലേക്ക്, യുക്തിവാദികളുടെ ഒരു സമ്മേളനത്തിലേക്ക് വളരെ ബഹുമാനത്തോടെ വളരെ ക്ഷണിക്കപ്പെട്ടു വന്ന ആളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പക്ഷത്തെ പണ്ഡിതൻ.
അദ്ദേഹത്തെ ആദരിക്കേണ്ടതിന് പകരം, അദ്ദേഹത്തിൻ്റെ മതത്തെ റെസ്പെക്ട് ചെയ്യേണ്ടതിന് പകരം, അദ്ദേഹത്തിൻ്റെ മതാനുയായികളെ ബഹുമാനിക്കേണ്ടതിന് പകരം അവരെ കുത്തുവാക്കുകൊണ്ട് നോവിക്കുന്ന, ഒരുപാട് സ്ഥലത്ത് പ്രകോപിപ്പിക്കുന്ന വളരെ വൈകാരികമായ ഒരവസ്ഥാവിശേഷമാണ് അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഇത് ഞാനല്ല പറയുന്നത് കേട്ടോ, ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സഹപ്രവർത്തകൻ ലിയാഖത്ത് അലി ഈ കാര്യം പറയുന്നത് നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ആരിഫ് ഷുഹൈബുൽ ഹൈത്തമിയെ മതം എന്നത് മൊത്തത്തിൽ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് ഷുഹൈബുൽ ഹൈത്തമി എത്താൻ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമമാണ് ആരിഫ് ഹുസൈൻ നടത്തിയതെന്നാണ് ഒരു കാഴ്ചക്കാരൻ എന്ന രീതിയിൽ എൻ്റെ ഒരു ബോധ്യം. ഓക്കെ, അതിന് പല തരത്തിൽ ഒരു വേള ഷുഹൈബുൽ ഹൈത്തമിയുടെ മതവികാരത്തെ ഒന്ന് പ്രകോപിപ്പിക്കാനുള്ള ശ്രമമൊക്കെ, മീൻസ് ആ മതബോധത്തെ അല്ലെങ്കിൽ ഷുഹൈബുൽ ഹൈത്തമി എന്ന ആ ഒരു മതവാദിയുടെ ചിന്തകളെ പ്രകോപിപ്പിക്കാൻ, അതിന് മറുപടി പറയാൻ അദ്ദേഹത്തെ നിർബന്ധിക്കാവുന്ന ചില സാഹചര്യങ്ങളൊക്കെ ആരിഫ് മനഃപൂർവ്വം തന്നെ സൃഷ്ടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു, എന്ന് ഞാൻ കാണുന്നു. പല പ്രകോപനങ്ങളും ചെറുതല്ലായിരുന്നു എന്നുള്ളതും ആണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അവൻ നിങ്ങളറിയാലോ, മതവികാരത്തെ വ്രണപ്പെടുത്താനും ചെറുതല്ലാത്ത വിധത്തിൽ ആരിഫ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ഇതാണോ സംവാദത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതാണോ ഈ ഉള്ളവനുമായി ഇനി ഒരു സംവാദം നടക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ളവരുമായിട്ടാണോ നമ്മൾ സംവാദം നടത്തേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. എന്താണ് നമ്മൾ വിചാരിക്കുന്നത്? ഒരു രോഗിയെ ഡോക്ടർക്ക് കിട്ടിയാൽ ആ രോഗിയുടെ രോഗം മാറാൻ എത്രമേൽ പരിശ്രമിക്കും അയാൾ. നേരെ മറിച്ച് ആ രോഗിയെ പ്രകോപിപ്പിക്കാനും, അദ്ദേഹത്തെ ചീത്ത വിളിക്കാനും, നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യനാണെന്ന് പറയാനും, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാനുമാണ് ഒരു ഡോക്ടർ ശ്രമിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇനി നമുക്ക് ആ പ്രസംഗത്തിലുടനീളം മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ആരിഫ് ഹുസൈൻ ശ്രമിച്ച ചില പരാമർശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ വളരെ പ്രധാനമായ ഒരു മേഖല നമുക്ക് കേൾക്കാം. നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കോളൂ. 44 സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു കളി തരൂ കരളെ എന്ന് പഠിപ്പിച്ചത് തന്നെ മതമാണെന്ന് പറയേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ മോശമായ ഒരു പിക്ചർ ഉണ്ടാക്കുകയും, ഇപ്പം നിങ്ങൾക്കറിയാം, ലിയാഖത്ത് അലിയെ ഞാൻ ഉദ്ധരിച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് നബിയെ വളരെ മോശമായി അവതരിപ്പിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കളി തരുമോ കിളിമകളെ എന്ന് ആദ്യമായി ചോദിച്ചത് മുഹമ്മദ് നബിയാണ് എന്ന് ലിയാഖത്ത് പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചത് മതമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. വളരെ പരിശുദ്ധനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു ഒളിക്കണ്ണിട്ട് പോലും അക്കാലഘട്ടത്തിലെ ഒരു സ്ത്രീയും പ്രവാചകന്റെ നേരെ വളരെ മോശമായ ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അബൂ സുഫിയാൻ, അക്കാലഘട്ടം, ഇന്നത്തെ കാലമല്ല, 1400 വർഷം പിന്നിട്ട കാലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അബൂ സുഫിയാന്റെ മകളെ പ്രവാചകന്റെ ഭാര്യയായി ലഭിച്ച ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും മാന്യനായ ഒരു മനുഷ്യന്റെ കൂടെയാണ് എൻ്റെ മകൾ ജീവിക്കുന്നത് എന്നാണ്. ലൈംഗികമായ എന്തെങ്കിലും ഒരു ദുരാരോപണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എത്ര മോശമായ, എത്ര മ്ലേച്ഛമായ. മാത്രമല്ല, ഇന്നും മുസ്ലിമീങ്ങൾ കണ്ണ് നിയന്ത്രിക്കുന്നത്, കാത് നിയന്ത്രിക്കുന്നത്, നാവ് നിയന്ത്രിക്കുന്നത്, കാല് നിയന്ത്രിക്കുന്നത്, പ്രത്യുൽപാദനം നിയന്ത്രിക്കുന്നത് ഈ പ്രവാചകന്റെ ജീവിത വിശുദ്ധി കണ്ടും അദ്ദേഹം പഠിപ്പിച്ച ആശയങ്ങൾ ഉൾക്കൊണ്ടുമാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ മാതൃകാപരമായി കാണുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പെണ്ണുപിടിയനായി ചിത്രീകരിച്ച്, വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളായി ചിത്രീകരിച്ച്, ലൈംഗികമായ അരാജകത്വവാദിയായി നബിയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ മനുഷ്യന്റെ പരാമർശം ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര നിന്ദ്യമാണ്, എത്ര നീചമാണ്. ഇവരിൽ നിന്നൊക്കെ സംസ്കാരം പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, മുഹമ്മദ് നബി പണ്ട് ഇതേപോലെ ഒരു ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. ആരും കല്ല് ബോംബൊന്നും എറിയരുത്. അതായത് കണ്ടോ, ആരും കല്ലും ബോംബ് എറിയരുത് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി പണ്ടൊരു ബലാത്സംഗത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. എത്ര മ്ലേച്ഛമായ പരാമർശമാണ്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തെളിവോടുകൂടിയേ സംസാരിക്കാവൂ, വസ്തുതകളോടുകൂടിയേ സംസാരിക്കാവൂ. എന്ത് തെളിവാണുള്ളത്? തൻ്റെ നാവ് 5 മീറ്റർ നീളമുണ്ട് എന്നതൊഴിച്ച് നിർത്തിയാൽ എന്താണുള്ളത്? 2 ചുണ്ടുകൾക്കിടയിൽ ഒരു അനുഗ്രഹീത നാവ് കിട്ടിയിട്ട് അതുകൊണ്ട് തോന്നിയാസം പറയുകയാണ്. പ്രവാചക തിരുമേനിയുടെ പേരിൽ തോന്നിയാസം പറയുകയാണ്. പ്രവാചകൻ ബലാത്സംഗം ചെയ്തു. അക്കാലഘട്ടത്തിൽ ആരാണിത് പറഞ്ഞത്? ലോക ചരിത്രത്തിൽ ഈ വിമർശനം നബിയുടെ സമകാലക്കാരോ അതിനുശേഷമുള്ളവരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആധുനിക യുക്തിവാദികളുടെ നാവ് എന്തും പറയും. വായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ എന്തും പറയുക. എന്നിട്ട് പറയാണ് ആരും ബോംബിടരുത് എന്ന്. ഏതെങ്കിലും ഒരു സംവാദത്തിൽ മുസ്ലിങ്ങൾ ബോംബിട്ടിട്ടുണ്ടോ? മാത്രമല്ല, 2021 ജനുവരി 9 ഒരു സംവാദം നടന്നിട്ട് ആ സംവാദത്തിൽ വന്ന ആ സംവാദം കൊളാക്കാൻ വേണ്ടി ശ്രമിച്ച ഏക വ്യക്തിയാണ് ഈ പറയുന്നത്. അത് ഞാൻ മുമ്പ് ക്ലിപ്പിട്ടിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ ആ ഭാഗം ഇടുന്നില്ല. അവിടെ വന്ന് ബഹളമുണ്ടാക്കുകയും ഒച്ച ഉണ്ടാക്കുകയും യുക്തിവാദിയായ മോഡറേറ്റർക്ക് ഇരിക്കവിടെ എന്ന് പറയേണ്ടി വരുന്ന ഗതികേടുണ്ടാക്കിയ ഈ മനുഷ്യനാണ് പറയുന്നത് അവിടെ ബോംബിടരുത് എന്ന്. പറഞ്ഞാൽ നബിയെ വിമർശിച്ചാൽ മുസ്ലിമീങ്ങൾ ബോംബിടുന്നവരാണ് എന്ന് വരുത്തി തീർക്കുന്ന ഈ അധമത്വം
സംവാദത്തിൻ്റെ സംസ്കാരം അറിയാത്ത ഈ അധമത്വം, പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഈ അധമത്വം, അത് താങ്കൾക്ക് എത്രയോ സൂട്ടബിളാണ്, അത്രയും വലിയ അനുഗ്രഹീതമായ ചർമ്മ സൗഭാഗ്യമാണ് താങ്കൾക്കുള്ളത് എന്നാണ് ഈ കുറഞ്ഞ പീരീഡ് കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടത്. മാന്യനായിരിക്കും, നല്ല മനുഷ്യനായിരിക്കും, അല്പം ക്വാളിറ്റി ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചാണ് അല്പം ഒന്ന് സംസാരിച്ച് കളയാമെന്നൊക്കെ ഈയുള്ളവനൊക്കെ വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രകോപനമുണ്ടാക്കുന്ന അടുത്ത പരാമർശത്തിലേക്ക് വരാം. ഒരു വശം ഞാൻ പറയുന്നു. ഒന്ന്, പ്രവാചകന്മാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മതത്തിൻ്റെ ഗുണ്ടകൾ എന്ന് നമുക്ക് പറയാവുന്ന, അതല്ലെങ്കിൽ ഗോഡ്മെൻ എന്നൊക്കെ പറയാവുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ക്രിസ്തു മതമുണ്ട്, ജൂതമതമുണ്ട്, ഇസ്ലാമുണ്ട്. ഇവരെല്ലാം സെമിറ്റിക് മതങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രവാചകന്മാരെ മുഴുവനും അംഗീകരിക്കുന്നവരാണ്. ബൈബിളിൽ ഒരുപാട് പ്രവാചകന്മാരുടെ കഥയുണ്ട്. അവരെ മതത്തിൻ്റെ ഗുണ്ടകൾ എന്നാണ് വിളിക്കുന്നത്. ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി ആ നാട്ടിൽ 9 ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ പ്രവാചകന്മാരെ ഗുണ്ടകൾ എന്ന നിലയിൽ ലോകത്തൊരു സമൂഹം കണ്ടിട്ടില്ല. ഇവിടുത്തെ ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ ആരും അവരുടെ ഋഷീശ്വരന്മാരെ, വിശ്വാചാര്യന്മാരെ, അവർ സന്യാസിമാരെ മോശമായി പറഞ്ഞിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. എത്ര മോശമായ പരാമർശമാണ്. മാതൃകാ യോഗ്യരായ വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ 21-ാം അധ്യായം 73-ാമത്തെ വചന. നിങ്ങളുടെ റോൾ മോഡലുകളാണ് പ്രവാചകന്മാർ. സമാധാനത്തിൻ്റെ, ശാന്തിയുടെ സന്ദേശം പ്രചരിപ്പിച്ച പ്രവാചകന്മാരെ, സാമ്പത്തിക രംഗത്ത് അരാജകത്വം നടത്തരുത് എന്ന് പറഞ്ഞ പ്രവാചകന്മാരെ, അന്യായമായൊരു മനുഷ്യരെ കൊല്ലരുത് എന്ന് പറഞ്ഞ പ്രവാചകന്മാരെ, അന്യരുടെ സ്വത്ത് ഭുജിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകന്മാരെ, വിദ്വേഷം പ്രചരിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്മാരെ മതത്തിൻ്റെ ഗുണ്ടകൾ എന്ന് വിളിച്ച ഈ വ്യക്തി സംവാദത്തിൻ്റെ സംസ്കാരം പഠിച്ചവരാണോ? ഞാൻ യുക്തിവാദികളോട് പറയാണ്, ഇവനെയൊക്കെ പേറി നടന്നാൽ ജീവിതം നാറി തകർന്ന് തരിപ്പണമായി പോകും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ വയ്യ. ഒരൊറ്റ സംവാദം, അതിൽ തന്നെ ഇത്രമേൽ മ്ലേച്ഛമായ പരാമർശങ്ങൾ, തൻ്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിന് റെസ്പെക്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത, തൻ്റെ സഹസംവാദകൻ കാണിച്ച മര്യാദ കാണിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ വ്യക്തി ഡോക്ടറായിരുന്നത്രേ. എവിടുന്നാണ് ചങ്ങാതി നീയൊക്കെ പഠിച്ചത്? എവിടുന്നാണ് സംസ്കാരം ഏറ്റുവാങ്ങിയത്? നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത വിവരക്കേടിലേക്കും മതസമൂഹത്തിനെ പ്രകോപനം ചെയ്യിപ്പിക്കുന്നതിലേക്കും അതുപയോഗിക്കുന്ന നീചമായ വാക്കുകൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കാരണം മുഹമ്മദ് നബിയുടെ ഉമ്മാക്കും ഈ പറയുന്ന ആമിന ബീവിക്കും ഈ പറയുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ നമുക്കുള്ള റെഫറൻസുകൾ കാണിക്കുന്നത്. അപ്പോൾ മരുന്നാണ് വേണ്ടത്, മതം അത് വേണ്ട, അതിൽ സംശയമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലൊക്കെ പ്രവാചകൻ ആണോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നേരെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുക, കാര്യം തുറന്നു പറയുക, മരുന്ന് വാങ്ങിക്കഴിക്കുക, ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ കേട്ടല്ലോ, നബിയെ ആക്രമിക്കുക, പ്രവാചകന്മാരെ ഗുണ്ടകളെന്ന് വിളിക്കുക, നബിയുടെ മാതാവിനെ മോശമാക്കി ചിത്രീകരിക്കുക. ഞാൻ ചോദിക്കുന്നു, ഒരു സംവാദത്തിൻ്റെ സംസ്കാരം എന്താ നിങ്ങൾ പഠിപ്പിക്കാത്തത്? ആ കൂട്ടത്തിൽ ആരെങ്കിലും ഇന്ന് വരെ ആരിഫ് ഹുസൈൻ്റെ പല പദപ്രയോഗങ്ങളും ശരിയായില്ല എന്ന് പറഞ്ഞോ? അത് പറയാതിരുന്നോ? ഞങ്ങൾ കണ്ടില്ല, എവിടെയും കണ്ടില്ല. ഈ ലോത്താ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലൈസ മിൻകുർ റജുലുർ റഷീദ്, വിവേകമുള്ള ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന്, വിവരമുള്ള ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന്. എന്നാൽ ആലോചിച്ച് നോക്കൂ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ. ഇനി നമുക്ക് ബഹുമാന്യനായ ഇസ്ലാമിക പ്രതിനിധിയുടെ സംസാരത്തിലേക്ക് കടന്നു പോകാം. വലിയ മെസ്സേജാണ് അത് നൽകുന്നത്, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. എൻ്റെ നേരത്തെയുള്ള വാക്കുകളിലോ ഇനി പറയുന്ന വാക്കുകളിലോ പ്രിയപ്പെട്ട സംവാദകൻ ആരിഫ് ഭായിക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർട്സ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ശൈലിയുടെ ഒരു സ്വാഭാവികതയാണ്. എനിക്കത് ക്ഷമിച്ചു തരണമെന്നുള്ള ആമുഖത്തോടെ എൻ്റെ 3ാമത്തെ ഊഴത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം അവരെ വേദനിപ്പിച്ചിട്ടില്ല. വളരെ മാന്യമായ അവതരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആരിഫ് ഹുസൈനും അത് അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഏതെങ്കിലും രൂപത്തിൽ ആർക്കെങ്കിലും ഹെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാൻ അദ്ദേഹം കാണിച്ച ആ ഒരു വലിയ മാനസികാവസ്ഥ മതം കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ ഇസ്ലാമിനെ ആക്രമിക്കുകയും, ലിയാഖത്ത് അലി പറഞ്ഞ പോലെ ആക്രമിക്കുകയും, പ്രകോപിപ്പിക്കുകയും, വികാരം കൊള്ളിക്കുകയും, തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുകയും, ബ്രിട്ടീഷുകാരൻ്റെ കുടിലതന്ത്രം പായറ്റുകയും ചെയ്തിട്ട് അവസാനം വരെ എൻ്റെ വാക്കിലോ എന്തെങ്കിലും വേദന നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നന്മ ഉദ്ദേശിച്ചിട്ടാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കണമെന്ന് പറയാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. അഹങ്കാരമാണ് നയിക്കുന്നത്, ദുരഭിമാനമാണ് നയിക്കുന്നത്, മാന്യമായ ചിന്തകൾ പോലും നയിക്കുന്നില്ല. നമുക്ക് ഇസ്ലാമിക പണ്ഡിതന്റെ തുടർന്നുള്ള സംസാരത്തിലേക്ക് കടന്നു പോകാം. ഒരു ഫോർമാലിറ്റിക്കല്ല, കഴിഞ്ഞ ഭാഗത്ത് ഏതെങ്കിലും വാക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്തെങ്കിൽ റിയലി സോറി. കണ്ടില്ലേ, അദ്ദേഹം പല തവണയായി ഇത് ആവർത്തിക്കുന്നു. ഇതാണ് മാന്യത, ഇതാണ് സംവാദത്തിൽ ഉണ്ടാകേണ്ടത്, ഇതാണ് ഒരു ജനതയുടെ ഹൃദയത്തിൽ കിടക്കുക. അവസാനമായി സംവാദത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യരെ നന്നാക്കുക എന്നതാണ്. തൻ്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് അപകടത്തിലാണെന്ന് അറിഞ്ഞ് അദ്ദേഹം മനോഹരമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അഹമ്മദീദാത്ത് നൽകിയത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സംവാദം അവസാനിപ്പിക്കുക. കാരണം സംവാദത്തിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുന്നിലിരിക്കുന്ന മതമറിയാതെ പോയ, മതത്തെ എതിർത്ത,
ദൈവത്തെ നിഷേധിച്ച ആ ദൈവത്തിന് അടിമകളായ മനുഷ്യരാണ് മുന്നിലിരിക്കുന്നത്. അവരുടെ ചിന്തയെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്നതും അവർക്ക് പരിവർത്തനം ഉണ്ടാക്കുന്നതുമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതൻ്റെ ആ സംസാരം അവിടെ അവസാനിക്കുന്നത്. എത്ര ശ്രദ്ധേയമാണ്. നമുക്ക് ആ സംസാരം കേട്ടുകൊണ്ട് ഈ പ്രഭാഷണം വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടോളൂ. അഹമ്മദ് ദീദാത്തിനോട് ചോദിച്ചു, സഹോദര, ഹൗ വുഡ് യു ഫീൽ ഇഫ് യു ഡൈഡ് ആൻഡ് ഡിസ്കവേർഡ് ദാറ്റ് ദ ഹിയർ ആഫ്റ്റർ വാസ് ലൈ? നിങ്ങൾ വലിയ ഗിരിപ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ, മരിച്ചു പോയാൽ പാരത്രിക ജീവിതം ഇല്ലെന്നാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ചെല്? ലോജിക്കൽ ഫാലസിയാണ്. മരിച്ചു ചെന്നാൽ പാരത്രിക ജീവിതം ഇല്ലെങ്കിൽ പിന്നെ കണ്ടെത്താൻ കഴിയില്ല. സഹോദരന്റെ ചോദ്യത്തിന്റെ നിലവാരത്തെ അദ്ദേഹം മാനിച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്തു. എന്താണ് ആൻസർ എന്നറിയോ? നോട്ട് വേഴ്സ് ദാൻ വെൻ യു ഡൈ ആൻഡ് ഡിസ്കവർ ദാറ്റ് ദ ഹിയർ ആഫ്റ്റർ ഈസ് ട്രൂത്ത്. ഞാൻ എന്തേ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് പരലോകമുണ്ടെന്നാണ്. ഞാൻ മരിച്ചു പോയതിനു ശേഷം ഇനി പരലോകം ഇല്ലെന്നാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ നഷ്ടമല്ലേ എന്നാണ് ദീദാത്തിനോടുണ്ടായ ചോദ്യം. ദീദാത്തിന്റെ മറുപടി എന്താ? ഇത് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഓർത്തു പോകണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. നോട്ട് വേഴ്സ് ദാൻ വെൻ യു ഡൈ ആൻഡ് ഡിസ്കവർ ദാറ്റ് ദ ഹിയർ ആഫ്റ്റർ ഈസ് ട്രൂത്ത്. നിങ്ങൾ മരിച്ചു ചെന്നതിന് ശേഷം അവിടെ ഒരു പാരത്രിക ലോകം ഉണ്ടെന്ന് നിങ്ങൾ അക്നോളജ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ, റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതല്ലേ വലിയ ഞെട്ടൽ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പക്ഷേ വിശ്വാസികൾക്ക് പരലോകമില്ലെങ്കിൽ രണ്ട് സാധ്യതയാണ്. എന്താണ് രണ്ട് സാധ്യത? ഒന്നുകിൽ പരലോകവുമില്ല, ഹിയർ ആഫ്റ്റർ ഇല്ല, ലാഭവുമില്ല, നഷ്ടവുമില്ല. നോട്ട് ഗെയിൻ, നോട്ട് ലോസ്. അതാണ് ഞങ്ങളുടെ സാധ്യത. ഇനി അല്ലെങ്കിൽ ഞങ്ങളുടെ സാധ്യത പരലോകമുണ്ട്, പരലോകമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗെയിൻ മാത്രമാണ്. അതേസമയം നാസ്തികനായ സഹോദര, നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം പരലോകമില്ലെങ്കിൽ ഞങ്ങളും നിങ്ങളും തുല്യം തന്നെയാണ്. ഞാൻ അതിവാദം നടത്തുന്നില്ല, ഒരു ചാൻസ് അതാണ്. പക്ഷേ വെദർ ഓർ അവിടെ ഒരു പരലോകമുണ്ടെങ്കിലോ നിങ്ങൾക്ക് നഷ്ടമല്ലേ? അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പോസിബിലിറ്റി തിയറി പ്രകാരം രണ്ട് ചാൻസ്, ഒന്നുകിൽ ലാഭവുമില്ല, നഷ്ടവുമില്ല, അല്ലെങ്കിൽ ലാഭം. അവിശ്വാസിയെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അവിശ്വാസി വിശ്വാസി എന്ന് പറയേണ്ടി വരുന്നത് പ്രയോഗ ഭാഷ അങ്ങനെ ആയതുകൊണ്ടാണ്. ഈ വ്യവസ്ഥാപിത ഇസ്ലാമിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ നാസ്തികനായ ഒരു സഹോദര സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ട് ചെന്നാൽ ഒന്നുകിൽ ലാഭവുമില്ല, നഷ്ടവുമില്ല, അല്ലെങ്കിൽ ഈ ഫിലോസഫി പ്രകാരം നഷ്ടം മാത്രമാണ്. ഞാനത് പറഞ്ഞൊരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ അല്ല ഇവിടെ ആഗ്രഹിക്കുന്നത്. സമൂഹം മുന്നോട്ട് പോകണം, ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാകണം, അപസ്വരങ്ങൾ ഇല്ലാതെയാവണം, അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. അതിന് മതങ്ങൾ മുഴുവനും അന്ധവിശ്വാസമാണെന്ന് പറയുകയല്ല വേണ്ടത്. ഔഷധങ്ങൾക്കിടയിൽ കളകൾ ഉണ്ടായേക്കാം, കള പറിച്ചു കളയണം. രത്നങ്ങൾക്കിടയിൽ കുപ്പിച്ചുകളുകൾ ഉണ്ടായേക്കാം, കുപ്പിച്ചുകളുകൾ പെറുക്കിക്കളയണം. അങ്ങനെ കുഴപ്പങ്ങളെ മാറ്റി നന്മയെ സ്വീകരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് മനോഹരമായി മുന്നോട്ട് പോകാം. എത്ര മനോഹരമായ സമാപിപ്പിക്കലാണ്. താൻ എന്തിനാണോ സംവാദത്തിൽ വന്നത്, ആരെ ഉദ്ദേശിച്ചാണോ വന്നത്, അവരുടെ ബുദ്ധിയെ തട്ടിയുണർത്തി, അവരെ ചിന്തയെ തട്ടിയുണർത്തി, അവരിന്നോളം ശീലിച്ച ശീലങ്ങളെ ഒന്നുകൂടി പിടിച്ചു കുലുക്കി അവരെ ചിന്താമണ്ഡലങ്ങളിൽ കടന്നു പോകുമ്പോൾ, ആ വാഗൺ ട്രാജഡി ഓഡിറ്റോറിയം കടന്നു പോകുമ്പോൾ ചിന്തിക്കാൻ പ്രാപ്തരാക്കിക്കൊണ്ടാണ് അവിടെ ഇസ്ലാമിക പ്രബോധകനെ കടന്നുപോയത്. യുക്തിവാദി പ്രതിനിധി ആരിഫ് ഹുസൈനോ അവരെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടും ആണ് അദ്ദേഹം കടന്നുപോയത്. അതുകൊണ്ട് മതം മനുഷ്യന് വേണോ എന്ന ചോദ്യത്തിന് വേണം, 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 അല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ പോലെയുള്ള പായ് ജന്മങ്ങളായിരിക്കും ഭൂമുഖത്തുണ്ടാവുക എന്ന് തെളിയിച്ചുകൊണ്ടാണ് ആ സംവാദം കടന്നുപോയത്. സത്യാന്വേഷികൾക്ക് ഇത് ധാരാളമാണ്. ദൈവം നമ്മെ സത്യത്തിലേക്ക് ആനയിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.